പ്രിയപ്പെട്ടവർക്ക് ഹാജാസ് PSCയിലേക്ക് ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ മോൾ കോൺസെപ്റ്റ് ഇച്ചിരി കടുപ്പമാണ്. ആ ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ചോദ്യം PSC പരീക്ഷയിൽ ചോദിച്ചാൽ 90% ഉദ്യോഗാർത്ഥികളും ഒന്നുകിൽ അത് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് തെറ്റുത്തരം എഴുതും. അങ്ങനെയുള്ളൊരു ചാപ്റ്ററിനെ നമ്മൾ ഇന്ന് ഗംഭീരമായി കൈകാര്യം ചെയ്യുന്നു. ഉറപ്പാണ്, ഇത് സ്കിപ്പ് ചെയ്യാതെ സ്പീഡിലല്ലാതെ നോർമൽ വേഗതയിൽ നിങ്ങൾ ഒരു തവണ കണ്ടാൽ തന്നെ ഈ ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. അതായത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു പോയിന്റ് പറയുന്നുണ്ട്. അതിനകത്ത് കുറേ പോയിന്റുകളുണ്ട്. അതിൽ ഒരു പോയിന്റായി വേണമെങ്കിൽ നമുക്കിതിനെ ഉൾപ്പെടുത്താം. ഓരോ വാതകത്തിലും, അതിലെ പോയിന്റ് തന്നെയാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിനകത്തെ ഒരു പോയിന്റാണ്. ഏതൊരു വാതകം എടുത്താലും അതിനകത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും സൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ചലിച്ചുകൊണ്ടിരിക്കുന്നു ശരിയാണ്. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു, ശരിയായ പ്രസ്താവന. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തികതയുള്ളതല്ല, തെറ്റ്. വാതക തന്മാത്രകൾ കൂട്ടിയിടിച്ചിട്ട് അത് ഇലാസ്തികതയുള്ളതാണ്, ഇലാസ്റ്റിക് ആണ്, അത് തെറിച്ചു പോകും. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിനകത്ത് അത് പറയുന്നുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ പ്രസ്താവനയോട് എനിക്കും നിങ്ങൾക്കും പൊരുത്തപ്പെടാൻ കഴിയില്ല. ഇതിനകത്ത് ശരിയായ ഉത്തരം 1ഉം 2ഉമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ശരിയായ ഭാഗങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിൻ്റെ വിശദീകരണം എന്താണ് എന്ന് നോക്കാം. ഇത് ഏത് ഭാഗത്ത് നിന്നാണ് ചോദിച്ചത്? 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ മോൾ കോൺസെപ്റ്റിൽ നിന്നും വാതകങ്ങളെ പറ്റി ഏതാനും ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അവിടെയുണ്ട് ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊരു ബലൂണിനകത്ത് ഒരു വാതകത്തെ ഊതി വീർപ്പിച്ചാൽ അതിനകത്തിരിക്കുന്ന വാതകം അതിസൂക്ഷ്മങ്ങളായ നിരവധി തന്മാത്രകൾ ചേർന്നതാണ് എന്ന് മനസ്സിലാക്കണം. 2, ഒരു വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ വ്യാപ്തം വളരെ നിസ്സാരമാണ്. കാരണം വാതക തന്മാത്രകൾ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. വാതക തന്മാത്ര ഒരു 5 ലിറ്റർ വ്യാപ്തമുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു വാതകത്തെ നിറച്ചാൽ ആ വാതകത്തിന്റെ വ്യാപ്തം 5 ലിറ്റർ എന്നാണ് നമ്മൾ എടുക്കണേ. ആ പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും വാതകത്തിന്റെ വ്യാപ്തം എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ കാരണം? വാതകങ്ങൾ അകന്ന് സ്ഥിതി ചെയ്യുന്നു. എല്ലാ വാതകങ്ങളെയും കൂടെ അടുക്കി കൂട്ടിയാൽ ഈ 5 ലിറ്റർ പോലും കാണില്ല, 5 ലിറ്റർ കാണില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഒരു വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. വാതകത്തിലെ തന്മാത്രകൾ, ഇപ്പോൾ ഇതൊരു വാതകത്തിന്റെ തന്മാത്രയാണെന്നിരിക്കട്ടെ, ഇത് എല്ലാ ദിശകളിലേക്കും ചലിച്ചുകൊണ്ടിരിക്കും, എല്ലാ ദിശയിലേക്കും ട്രാവൽ ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ട്രാവൽ ചെയ്യാൻ കാരണം? വാതകത്തിലെ കണികകൾ തമ്മിൽ ആകർഷണം കുറവ്. അതുകൊണ്ട് എല്ലാ ദിശയിലേക്കും സഞ്ചരിക്കാൻ കഴിയും. അതെങ്ങനെയാ സഞ്ചരിക്കുക? ക്രമരഹിതമായ ഈ ചലനത്തിന്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കും. വാതക തന്മാത്രകൾ അവർക്ക് സ്വാതന്ത്ര്യമുള്ള രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് കൊണ്ട് അവർ കൂട്ടിയിടിക്കും. ചിലപ്പോൾ അവ നിറച്ചിരിക്കുന്ന പാത്രങ്ങളുടെ ഭിത്തിയിലും പോയി കൂട്ടിയിടിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഫലമായിട്ടാണ് ഈ വാതകമർദ്ദം ഉണ്ടാകുന്നത്. വാതകമർദ്ദം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ക്രമമല്ലാതെ വാതകങ്ങൾ ചലിക്കുമ്പോൾ അവ തമ്മിൽ കൂട്ടിയിടിച്ച്, അല്ലെങ്കിൽ അത് നിറച്ചു വച്ചിരിക്കുന്ന പാത്രത്തിന്റെ ഭിത്തികളിൽ പോയി ഇടിച്ചിട്ടാണ് വാതകമർദ്ദം രൂപപ്പെടുന്നത്. വാതക തന്മാത്രകളുടെ കൂട്ടുമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല. സാധാരണ കൂട്ടിയിടിക്കുമ്പോൾ ഊർജ നഷ്ടം സംഭവിക്കേണ്ടതാണ്, പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കാത്തതിന്റെ കാരണം വാതക തന്മാത്രകളുടെ ഇടിച്ചിട്ട് അത് തെറിച്ചു പോകും, ഇലാസ്തികതയുണ്ട്. ഇനി വാതക തന്മാത്രകൾ തമ്മിലും വാതക തന്മാത്രകളും പാത്രത്തിന്റെ ഭിത്തിയും തമ്മിലും ആകർഷണം തീരെയില്ല. ഒരിക്കലും വാതകത്തിന്റെ തന്മാത്രകൾ തമ്മിൽ ആകർഷിക്കുന്നില്ല.
വാതകം പോയി ഏതെങ്കിലും ഒരു ഭിത്തിയിൽ പോയി ഇടിച്ചാൽ ആ ഭിത്തിയുമായി വാതകം ആകർഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വാതകമർദ്ദം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത്. ക്ലിയർ ആണ്? ഇതെല്ലാം വാതകങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഒരു വാതകത്തിന്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും. എടാ 5 ലിറ്റർ എന്ന് പറയുന്ന ഒരു 5 ലിറ്റർ വ്യാപ്തമുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വാതകമുണ്ട്. ആ വാതകത്തിന്റെ വ്യാപ്തം എത്രയെന്ന് ചോദിച്ചാൽ 5 ലിറ്റർ എന്ന് പറയണം. അതാണ് ഉത്തരം. ഏത് പാത്രത്തിലാണോ ഏത് കണ്ടെയ്നറിലാണോ നമ്മളൊരു വാതകത്തെ നിറച്ചിട്ടുള്ളത് അതാണ് ആ വാതകത്തിന്റെ വ്യാപ്തം. ഒരു വാതകത്തിന്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ വ്യാപ്തമായിരിക്കും. ഇനി ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഒരു വാതകത്തിന്റെ ഒരു യൂണിറ്റ് ഏരിയക്കകത്ത് ഉണ്ടാകുന്ന ബലം എന്താണോ അതാണ് മർദ്ദം. ഇനി ഒരു പാത്രത്തിനകത്ത് ഒരു കണ്ടെയ്നറിനകത്ത് നിങ്ങളൊരു വാതകം നിറച്ചിട്ടുണ്ട്. അതിൽ ഓരോ വാതകത്തിനും ചലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഗതികോർജമുണ്ട്. ഈ ഗതികോർജത്തിന്റെ ഒരു കണ്ടെയ്നറിനകത്ത് ഇരിക്കുന്ന തന്മാത്രകളുടെ ഗതികോർജത്തിന്റെ വാതക തന്മാത്രകളുടെ ഗതികോർജത്തിന്റെ ശരാശരി എന്താണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് താപനില. അങ്ങനെ നോക്കുമ്പോൾ ഇതിലെല്ലാ പ്രസ്താവനകളും വ്യക്തമാണ്, കൃത്യമാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഈ ഭാഗം, ഈ ചോദ്യം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് നോക്കാം. ദാ ഇവിടെ നോക്കൂ. 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആണ്. അതിലെ ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇവിടെ ദാ ഒരു വാതകത്തിന്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ്, കണ്ടോ? ഇനി ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. കണ്ടോ? ഒരു വാതകം എടുത്താൽ ആ ഒരു യൂണിറ്റ് ഏരിയക്കകത്ത് അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ മർദ്ദം എന്ന് പറയുന്നത് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനിയൊരു പോയിന്റ് നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്? അതും ഇവിടെയുണ്ട്. താപനില. വാതകത്തിന്റെ താപനിലയുമായി ബന്ധപ്പെടുത്തി ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് താപനില. ഒരു വാതകം ഒരു കണ്ടെയ്നറിനകത്തുണ്ടെങ്കിൽ ആ കണ്ടെയ്നറിനകത്തിരിക്കുന്ന വാതകത്തിലെ ഓരോ തന്മാത്രയ്ക്കും ഓരോ തരത്തിൽ ഗതികോർജം ഉണ്ടാവും. ആ ഗതികോർജത്തിന്റെ ശരാശരി എടുക്കുന്നതാണ് അതിന്റെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഗതികോർജം എപ്പോഴും ചലിക്കുന്നവർക്കുണ്ടാകുന്നതാണ്. അപ്പോ വാതകങ്ങളുടെ ചലനം കൂടുതലാണ്, അവർക്ക് വാതക കണികകൾ തമ്മിലുള്ള ആകർഷണം കുറവാണ്. അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ചലിക്കാൻ കഴിയും. ഗതികോർജം പൊതുവെ കൂടുതലാണ്. അപ്പോ ഇത്രയും പോയിന്റുകൾ ഓർമ്മിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഓർമ്മിക്കണം. നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നമുക്കൊന്ന് വായിക്കാം. ഇത് ഏത് നിയമമാണ്? 3ാമത്തെ ചോദ്യം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ശ്രദ്ധിക്കേണ്ടത്, ഈ റോബർട്ട് ബോയിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കെമിസ്ട്രിയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുക. ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നിയമമുണ്ട്. അതായത് ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. V പ്രപ്പോർഷണൽ ടു 1/P എന്ന് പറയുന്ന അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ഈ നിയമം ബോയിൽ നിയമം എന്നാണ് അറിയപ്പെടുക. ബോയിൽ നിയമം എന്താ പറഞ്ഞത്? ഒരു വാതകത്തിൽ, അതായത് ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ മർദ്ദം കൂട്ടിയാൽ വ്യാപ്തം കുറയും. ഊഷ്മാവിൽ വ്യതിയാനമില്ലാതിരിക്കുമ്പോൾ, ഊഷ്മാവ് വ്യത്യാസപ്പെടാതിരിക്കുമ്പോൾ ഏതൊരു വാതകത്തിന്റെയും മർദ്ദം കൂട്ടിയാൽ വ്യാപ്തം കുറയും എന്ന് പറയുന്ന ഒരു നിയമമാണ് ബോയിൽ നിയമം. ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ഇവിടെ കാണുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ എഴുതാം. V പ്രപ്പോർഷണൽ എന്നുള്ള പ്രപ്പോർഷണൽ മാറ്റിയിട്ട് = സ്ഥിരസംഖ്യ ഇൻറ്റു 1/P എന്ന് വേണമെങ്കിൽ കൊടുക്കാം. 1/P എന്ന് കൊടുക്കാം. ഈ P ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ PV = സ്ഥിരസംഖ്യ. ഇത് ബോയിൽ നിയമത്തിന്റെ എന്താണ്? ഗണിത രൂപമാണ്. ഇതൊക്കെ PS ചോദിച്ചിട്ടുണ്ട്. ഇത് ഗണിത രൂപമാണ്, ഇത് ഗണിത രൂപമാണ്. പിന്നെ +1 പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കും. P1 V1 = P2 V2 എന്ന് പഠിക്കും. ഇതും ബോയിൽ നിയമത്തിന്റെ ഗണിത രൂപമാണ്. അപ്പൊ ബോയിൽ നിയമമാണ് ഇത് ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ് ബോയിൽ നിയമം. ഇതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇത് ഏത് ഭാഗത്ത് വരുന്ന ചോദ്യമാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊന്ന് നോക്കി വരാം. കണ്ടോ? വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചത് ബ്രിട്ടീഷ്
ഭൗതിക രസതന്ത്ര ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിലാണ്. ഈ ബന്ധമാണ് ബോയിൽ നിയമം എന്നറിയപ്പെടുന്നത്. സ്ഥിര ഊഷ്മാവിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ എന്ന് പറയുന്ന നിയമത്തെയാണ് നമ്മൾ ബോയിൽ നിയമം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത്. ഇനി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അതായത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിന് നേരനുപാതത്തിലായിരിക്കും. മർദ്ദത്തിൽ വ്യത്യാസമില്ലാതിരുന്നാൽ ഒരു വാതകത്തിന്റെ ഊഷ്മാവ് കൂട്ടിയാൽ അതിന്റെ വ്യാപ്തവും കൂടും എന്ന് പഠിപ്പിച്ച ആളാണ് ചാൾസ് എന്ന് പറയുന്ന ആള്. ആ നിയമം ദാ ഇവിടെ കിടപ്പുണ്ട്. ആ നിയമം ചാൾസ് നിയമം എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയാണ് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വി പ്രൊപ്പോർഷണൽ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. എന്നിട്ട് നമുക്ക് ഇവിടെ ഈസിക്കൽ ടു സൈൻ കൊടുക്കാം. അപ്പോൾ സ്ഥിരസംഖ്യ ഇൻറ്റു ടി എന്ന് കിട്ടും. ടി അപ്പുറത്തോണ്ട് പോവാം. ബി ബൈ ടി ഈസിക്കൽ ടു ആർ എന്ന് കിട്ടും. ഇതിനെ ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം, ഇതിനെയും ഗണിത രൂപം എന്ന് പറയും, ഇതിനെയും ഗണിത രൂപം എന്ന് പറയും, ഇതിനെയും ഗണിത രൂപം എന്ന് പറയും. ഇത് +1 വരുമ്പോൾ പ്രോബ്ലം ചെയ്യാനുണ്ട്. V1 ഡിവൈഡ് ബൈ T1 ഇസ് ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ T2. ഇതിൽ V1 ഉം V1 ഉം T1 ഉം V2 ഒക്കെ തരും. T2 കണ്ടുപിടിക്കാൻ പറയും. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. PSCയിൽ അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് അത് വേണ്ട. ബോയിൽ നിയമവും ചാൾസ് നിയമവും വ്യക്തമായി പഠിക്കണം. അതായത് ബോയിൽ നിയമം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വാതകത്തിന്റെ മർദ്ദം കൂട്ടിയാൽ വ്യാപ്തം കുറയും. എന്നാൽ ചാൾസ് നിയമം പറയുന്നത് ഒരു വാതകത്തിന്റെ ഊഷ്മാവ് കൂട്ടിയാൽ വ്യാപ്തം കൂടും. ഇത്രയേ ഉള്ളൂ. അതിന് കണ്ടീഷൻ ഉണ്ട്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് ബോയിൽ നിയമവും അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് ചാൾസ് നിയമവും. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പഠിച്ചു വെച്ചേ പറ്റൂ. ഇല്ലാതെ പോവരുത് പരീക്ഷയ്ക്ക്. ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞു തരും. അത് കേട്ടിട്ടേ പോകാവൂ. അതുപോലെ ഇതിപ്പോ 2 സിലിണ്ടർ ആണെന്നിരിക്കട്ടെ. ഇതൊരു സിലിണ്ടർ. ഇതേപോലെ വേറൊരു സിലിണ്ടർ ആണ് ഇതായിരിക്കുന്നത്. 2 സിലിണ്ടറിലും ഞാൻ 2 ഡിഫറെന്റ് ഗ്യാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈഡ്രജനും ഇവിടെ നൈട്രജനും. ഈ ഹൈഡ്രജന്റെ ഇവിടത്തെ എന്താ പറയുക, ടെമ്പറേച്ചർ 25 ഡിഗ്രി ആണ്. ഇവിടെ നൈട്രജന്റെ ടെമ്പറേച്ചർ 25 ആണ്. ഇവിടെ ഹൈഡ്രജന്റെ പ്രഷർ 1 atm ആണ്. ഇവിടെയും 1 atm ആണ് നൈട്രജന്റെ പ്രഷർ. ഇത് 1 ലിറ്റർ ഉണ്ട്, ഇതും 1 ലിറ്റർ ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും വോളിയം സെയിം ആണ്, ടെമ്പറേച്ചർ സെയിം ആണ്, പ്രഷർ സെയിം ആണ്. ഇതിനകത്ത് ഒരു 1000 മോളിക്കൂൾ ഉണ്ടെന്ന് വിചാരിച്ചു, ചുമ്മാ പറയുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾ എണ്ണാനൊന്നും പോണ്ട, 1000 മോളിക്കൂൾ കാണും. എന്തുകൊണ്ടാ? രണ്ടിടത്തും താപനിലയും മർദ്ദവും സ്ഥിരമാണ്. അങ്ങനെ വരുമ്പോൾ തുല്യ വാതകങ്ങളുടെ വ്യാപ്തത്തിന് തന്മാത്രകളുടെ എണ്ണം നേരനുപാതത്തിലായിരിക്കും. അപ്പോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണ്. ഡിഫറെന്റ് ഗ്യാസ് നിറച്ചു. രണ്ടിന്റെ വോളിയം സെയിം ആണെങ്കിൽ മോളിക്യൂൾസിന്റെ എണ്ണവും സെയിം ആയിരിക്കും. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ മോളുകളുടെ എണ്ണം തുല്യമായിരിക്കും എന്ന് പറയുന്ന നിയമമാണ് അവഗാഡ്രോ നിയമം. ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ V പ്രൊപ്പോർഷണൽ N എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഈ 3 നിയമങ്ങളും ഭംഗിയായി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അടക്കം നമ്മൾ ഭംഗിയായി പഠിച്ചു വെക്കണം. ചോദ്യം പഠിച്ചു വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും കൂടെ വേണം, ഇതങ്ങ് ചോദിക്കട്ടെ എന്ന്. ചോദിക്കട്ടെ അല്ലേ? ആണ്. അടുത്തത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ. മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 ഗ്രാം. ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 4 ഗ്രാം ആണ് അല്ലേ? ഇതുപോലെ കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്. നൈട്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ഗ്രാം ആണ്. ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. സൾഫറിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 32 ഗ്രാം ആണ്. ഇത്രയും നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് എങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്? ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് പ്രസ്താവിക്കാൻ കാർബൺ 12 എന്ന് പറയുന്ന ഒരു എലമെന്റ്, ഈ കാർബൺ 12 എന്ന് പറയുന്ന ഒരു എലമെന്റിനെ 12 ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഒരു ഭാഗം എടുക്കുന്നു. കാർബൺ 12 എന്ന് പറയുന്ന മൂലകത്തിന്റെ 12 ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു ഭാഗം എടുക്കുന്നു. അപ്പൊ നമ്മൾ എന്തു പറയും? 1/12 പാർട്ട് ഓഫ് കാർബൺ.
1/12 പാർട്ട് ഓഫ് കാർബൺ എടുത്തിട്ട് അതുപയോഗിച്ചുകൊണ്ടാണ് മറ്റുള്ള മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ അറ്റോമിക മാസ് പ്രസ്താവിക്കുന്ന രീതിയാണ് അറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്ന് നമ്മൾ പറയണത്. ഒന്നുകൂടെ പറയാം. ഇത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ചില എലമെന്റുകളുടെ അറ്റോമിക് മാസ് ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4, കാർബണിൻ്റെത് 12, നൈട്രജൻ 14, ഓക്സിജൻ 16, സൾഫർ 32. പീരിയോഡിക് ടേബിളിലെ 118 എലമെന്റുകൾക്കും ഇതേപോലെ അറ്റോമിക് മാസ് ഉണ്ട്. ഈ അറ്റോമിക് മാസ് കൃത്യമായി പറയാൻ അവർ ഏത് രീതിയിലാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ, കാർബൺ 12 എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ, ഓക്കെ, കാർബണിന് കുറെ ഐസോടോപ്പുകൾ ഉണ്ട്. കാർബൺ 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്. ഇതിൽ കാർബൺ 12 എന്ന് പറയുന്ന എലമെന്റ് എടുത്തിട്ട് അതിന്റെ 1/12 എടുത്തിട്ടാണ് മറ്റ് എലമെന്റുകളുടെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന അറ്റോമിക് മാസിനെയാണ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU എന്ന് നമ്മൾ പറയണത്. ഇതെവിടെ നിന്നാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്? ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. സൂക്ഷ്മ കണികകളുടെ മാസ് കൃത്യമായി കണ്ടെത്തുന്നതിന് ആധുനിക സംവിധാനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് 1.67 × 10⁻⁻24 ആണ്. 10⁻⁻24 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയങ്കര കുറവ്. ഹൈഡ്രജന്റെ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് തീരെ കുറവാണ്. ഇത് എഴുതാനോ ഒരിടത്ത് ഉപയോഗിക്കാനോ ഒന്നും പറ്റൂല. എന്നാൽ ഇത് പ്രസ്താവിക്കുന്നത് ആപേക്ഷിക മാസ് രീതി ഉപയോഗിച്ചിട്ടാണ്. ഒരു ആറ്റത്തിന്റെ മാസ് മറ്റൊരു ആറ്റത്തിന്റെ മാസുമായി താരതമ്യം ചെയ്ത്, ഇപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വേറൊരു ആറ്റത്തിന്റെ മാസുമായി താരതമ്യം ചെയ്യണം. അങ്ങനെ താരതമ്യം ചെയ്ത് ഒരു മാസ് കണ്ടുപിടിക്കുന്നതിനെയാണ് ആപേക്ഷിക മാസ് എന്ന് പറയുന്നത്. അതിന്റെ എത്ര മടങ്ങാണ്, വേറൊരു ആറ്റത്തെ എടുത്തിട്ട് അതിന്റെ എത്ര മടങ്ങാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതിയാണിത്. കാർബൺ 12 എന്ന് പറയുന്ന ഒരു ആറ്റമുണ്ട്. അതിന്റെ 12ൽ ഒരു ഭാഗം, കാർബൺ 12 എന്ന് പറയുന്ന ഒരു ആറ്റം ഇത്ര ഉണ്ടെങ്കിൽ അതിന്റെ 12 ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചുകൊണ്ടാണ് അറ്റോമിക് മാസ് നമ്മൾ പ്രസ്താവിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് കുറെ രീതികളൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും പഠിക്കാനായിട്ട് പോണ്ട. നമുക്ക് അങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ +1 ഒരു ചാപ്റ്റർ തന്നെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും പോണ്ട. നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണം. അങ്ങനെ രീതിയിലൊരു അഡ്ജസ്റ്റ്മെന്റിൽ കാര്യങ്ങൾ പഠിക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പൊ കാർബൺ 12ന്റെ 1/12 ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റു മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത് എന്ന് പഠിക്കലാണ് ബുദ്ധി. ഓക്കെ, അടുത്ത ചോദ്യം. 12 ഗ്രാം കാർബണിൽ എത്ര ആറ്റങ്ങളുണ്ട്? എൻ്റെ പൊന്നുപിള്ളരെ, കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയണത് 12 ആണ്. ഓരോ എലമെന്റുകൾക്കും ഇതേപോലെ അറ്റോമിക മാസ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ഗ്രാം ആണ്. ഓക്കെ, ഇതേപോലെ ഓക്സിജന്റേത് 16 ഗ്രാം ആണ്. നൈട്രജന്റേത് 14 ഗ്രാം ആണ്. ഈ നമ്പറുകൾ ഞാൻ എഴുതുന്ന ഈ സാധനങ്ങൾ നിങ്ങൾ ചുമ്മാ കേട്ടിരിക്കരുത്, ഇത് പഠിക്കണം, ഈ നമ്പർ പഠിക്കണം. ഇനി എന്താണ് ഇതിന്റെ അർത്ഥം, ഇതിന്റെ മീനിങ്ങും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഹൈഡ്രജന്റെ 1 ഗ്രാം എന്ന് വെച്ചാൽ ഒരു ഹൈഡ്രജൻ 1 ഗ്രാം ഭാരമുണ്ടെന്നാണോ? അല്ല. ഹൈഡ്രജന്റെ 1 ഗ്രാം അറ്റോമിക് മാസ് 1 ഗ്രാം എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ 1 ഗ്രാം ഹൈഡ്രജനിൽ 6.022 × 10⁻23 ആറ്റങ്ങളുണ്ട്. ശ്രദ്ധിക്കണം, വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ഗ്രാം എന്ന് പറഞ്ഞാൽ അർത്ഥം ആ 1 ഗ്രാമിൽ, ഹൈഡ്രജന്റെ 1 ഗ്രാമിൽ ഇത്രയും ആറ്റങ്ങളുണ്ട്. ഓക്സിജന്റെ 16 ഗ്രാമിൽ ഇത്രയും ആറ്റങ്ങളുണ്ട്. നൈട്രജന്റെ 14 ഗ്രാമിൽ ഇത്രയും ആറ്റങ്ങളുണ്ട്. സൾഫറിന്റെ 32 ഗ്രാമിൽ ഇത്രയും ആറ്റങ്ങളുണ്ട്. സോഡിയത്തിന്റെ 23 ഗ്രാമിൽ ഇത്രയും ആറ്റങ്ങളുണ്ട്. അലുമിനിയത്തിന്റെ 27 ഗ്രാമിൽ ഇത്രയും ആറ്റങ്ങളുണ്ട്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം അവരുടെ അറ്റോമിക് മാസ് ആണ്. ഏതൊരു മൂലകത്തിനും പഠിക്കണേ, ഏതൊരു മൂലകത്തിനും ഒരു അറ്റോമിക മാസ് ഉണ്ടായിരിക്കും. ആ അറ്റോമിക മാസിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം
അവഗാഡ്രോ നമ്പർ എന്നറിയപ്പെടും. അതായത് 6.022 × 10⁻23 ആയിരിക്കും. എന്റെ പൊന്നു മക്കളെ പഠിച്ചോ, പൊന്നു പിള്ളേരെ പഠിച്ചോ. ഒരു എലമെന്റിന്റെ പഠിക്കണേ, നന്നായിട്ട് പഠിക്കണേ. ഏതൊരു പീരിയോഡിക് ടേബിളിലെ ഏതൊരു എലമെന്റ് എടുത്താലും ആ എലമെന്റിന് ഇതേപോലൊരു നമ്പർ അറ്റോമിക് മാസായി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കാർബൺ 12ന്റെ 1/12 ഉപയോഗിച്ചുകൊണ്ട് ഓരോ എലമെന്റുകൾക്കും അറ്റോമിക് മാസ് പ്രസ്താവിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ നീ 16 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 16 ഗ്രാമിൽ ഇത്രയും മാറ്റങ്ങളുണ്ട്. ഈ നമ്പർ കണ്ടുപിടിച്ചത് അവഗാഡ്രോയാണ്. ഈ അവഗാഡ്രോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ പേരിലാണ് ഈ നമ്പർ അറിയപ്പെടുന്നത്. അവഗാഡ്രോ നമ്പർ എന്നറിയപ്പെടുന്നു. Na എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് ഈ ഒരു അവഗാഡ്രോ നമ്പർ സൂചിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, എല്ലാ മാസവും 23-ാം തീയതി, അതായത് 10-ാം മാസം 23-ാം തീയതി മോൾ ദിനമായി ആചരിക്കുന്നതും ഈ നമ്പറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. നമുക്ക് പിന്നെ പറയാം. അപ്പോ 12 ഗ്രാം കാർബണിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 6.022 × 10⁻23. ഈ 12 ഗ്രാം കാർബണിന്റെ എന്താണ്? അറ്റോമിക് മാസ് ആണ്. ഇതുപോലെ ഏതൊരു ആറ്റത്തിന്റെയും അറ്റോമിക് മാസ്. ഈ ചോദ്യത്തിന് പകരം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, 16 ഗ്രാം ഓക്സിജനിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. 24 അല്ലെങ്കിൽ 32 ഗ്രാം സൾഫറിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാലും നിങ്ങൾ ഇത് തന്നെ പറയണം. 6.022 × 10⁻23 ആറ്റങ്ങളുണ്ട്. ഈ നമ്പറിനെ നമ്മൾ എന്ത് പറയും? അവഗാഡ്രോ നമ്പർ എന്ന് പറയും. പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? 23 ഗ്രാം സോഡിയത്തിൽ എത്ര ആറ്റങ്ങളുണ്ട്? നിങ്ങൾ പറയണം 6.022 × 10⁻23. 23 ഗ്രാം സോഡിയത്തിൽ ഇത്രയും ആറ്റങ്ങളാണുള്ളതെങ്കിൽ 46 എന്നാണ് ചോദ്യം. മാറ്റി പറയണമെങ്കിലോ 6 ഗ്രാം സോഡിയത്തിൽ എത്ര ആറ്റങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 2. ഇപ്പം 23-ൽ ഇത്രയാണെങ്കിൽ 46-ൽ 2 × ഇത്രയും എന്ന് പറയും. അല്ലേ? അങ്ങനെയല്ലേ? ആണ്, അങ്ങനെയാണ്. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ 5-ാമത്തെ ചോദ്യം എവിടെന്നാ ചോദിച്ചത്? ദാ കിടക്കുന്നു. കണ്ടോ? കാർബണിന്റെ അറ്റോമിക് മാസ് 12, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. കാർബണിന്റെ 12 ഗ്രാമിൽ ഇത്രയും മാറ്റങ്ങളുണ്ട് എന്ന അർത്ഥമുണ്ട്. ഓക്സിജന്റെ 16 ഗ്രാമിൽ ഇത്രയും മാറ്റങ്ങളുണ്ട് എന്ന അർത്ഥമുണ്ട്. ക്ലിയർ ആണ്. അപ്പം പീരിയോഡിക് ടേബിൾ ഏത് എലമെന്റിനും ഇതുപോലെ ഒരു അറ്റോമിക് മാസ് കാണും. ഈ അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമിലാണ് പറയുന്നതെങ്കിൽ ഇപ്പൊ 12 ഗ്രാം എന്ന് പറഞ്ഞിരിക്കണോ? പീരിയോഡിക് ടേബിളിലെ ഒരു എലമെന്റ് അല്ലേ കാർബൺ, അവന്റെ അറ്റോമിക് മാസ് 12 ഗ്രാം എന്നല്ലേ പറഞ്ഞിരിക്കണേ. ഈ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാം. ഓക്കെ, ഗ്രാം അറ്റോമിക് മാസ്. അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറഞ്ഞിരിക്കുന്നു, ഗ്രാമിൽ പ്രസ്താവിച്ചിരിക്കുന്നു, അതിനെ ഗാം എന്ന് പറയും. കാർബണിന്റെ ഒരു ഗാമാണ് 12 ഗ്രാം. ഓക്സിജന്റെ ഒരു ഗാമാണ് ഗ്രാം അറ്റോമിക് മാസ്, അതാണ് 16. ഇതുപോലെ ഏത് എലമെന്റ് എടുത്താലും അതിന് പീരിയോഡിക് ടേബിളിലെ മുഴുവൻ എലമെന്റുകൾക്കും ഇതുപോലെ ഗാം ഉണ്ട്. ക്ലിയർ ആണ്, വ്യക്തമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിന് ഒരു കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ 12 ഗ്രാം കാർബണിനെ ഒരു ഗാം എന്ന് പറയും. ഓക്കെ, ആയിക്കോട്ടെ. ഓക്സിജൻ 16 ഗ്രാം, അതാണ് ഓക്സിജന്റെ ഒരു ഗാം. നൈട്രജൻ 14 ഗ്രാം, അതാണ് നൈട്രജന്റെ ഒരു ഗാം. ക്ലോറിന്റെ അറ്റോമിക് മാസ് ഡെസിമൽ ആണ്, 35.5 ആണ്, അത് ഒരു ഗാം. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ക്ലിയർ ആണോ? ഇനി ഒരു 12 ഗ്രാമിനകത്ത് അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചു, ഇത്രയും ഉണ്ടാവും. എല്ലാത്തിന്റെ അറ്റോമിക് മാസിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം അവഗാഡ്രോ നമ്പർ ആയിരിക്കും, അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 46 ഗ്രാം സോഡിയത്തിൽ എത്ര ഗാം ഉണ്ട്? നമുക്ക് എല്ലാവർക്കും അറിയാം സോഡിയത്തിന്റെ GAM ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 ഗ്രാം ആണ്. സോഡിയത്തിന്റെ ഈ നമ്പർ പഠിക്കണം. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 ആണ്. അപ്പം സോഡിയത്തിന്റെ 23 എന്ന് പറഞ്ഞാൽ സോഡിയത്തിന്റെ ഒരു ഗാം ആണ്, അല്ലെ? അപ്പം 46 ഗ്രാം എന്ന് പറയുമ്പം നമുക്കറിയാലോ 23ന്റെ ഇരട്ടിയാണ്, 2 ഗാം. സോഡിയത്തിന്റെ 2 ഗാം ആണ് 46 ഗ്രാം. 2 ഗാം ആണ് ശരിയായ ഉത്തരം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. 7-ാമത്തെ ചോദ്യം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ കണ്ടോ ഈ ഒരു രീതി, ഈ ഗാം എങ്ങനെ കണ്ടുപിടിക്കും? ഗാം കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു മാസ് തരും, അതിന്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 46
ഗ്രാം സോഡിയത്തിൽ എത്ര ഗാം ഉണ്ടെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന മാസ് എഴുതണം, ഡിവൈഡഡ് ബൈ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ഗാം എന്ന് കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ അലൂമിനിയം എടുത്തു കഴിഞ്ഞാൽ 54 ഗ്രാം എടുക്കുന്നു. ഓക്കെ, 54 ഗ്രാം പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. 54 ഗ്രാം അലൂമിനിയത്തിൽ എത്ര ഗാം ഉണ്ട്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഗാമുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 54നെ അലൂമിനിയത്തിന്റെ അറ്റോമിക് മാസായ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 പ്രാവശ്യം 2 ഗാം. മനസ്സിലായോ? അപ്പോൾ 2 ഗാം എന്ന് കിട്ടും. ഓക്കെ, 54 ഗ്രാം അലൂമിനിയത്തിൽ 2 ഗാം ഉണ്ട് എന്നതാണ് അവിടുത്തെ ശരിയായ ഉത്തരം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 14 ഗ്രാം നൈട്രജൻ എത്ര മോളാണ്? 14 ഗ്രാം നൈട്രജൻ. അപ്പൊ എല്ലാവരും പഠിക്കേണ്ടത് നൈട്രജന്റെ അറ്റോമിക് മാസ് ആണ് 14. ഓക്കെ, ഈ 14 ഗ്രാം, ഈ 14നെ നൈട്രജന്റെ 1 ഗാം എന്ന് പറയും. ഓക്കെ, 14 എന്ന് പറയുന്ന നമ്പറിന് നൈട്രജനുമായിട്ടൊരു ബന്ധമുണ്ട്. അതാണ് ആദ്യം പഠിക്കേണ്ടത്. 14 എന്ന് പറയുന്നത് നൈട്രജന്റെ അറ്റോമിക് മാസ് ആണ്. ഈ 14നെ നൈട്രജന്റെ 1 ഗാം എന്നാണ് പറയുക. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 ഇൻറ്റു 10⁻23 ആണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, ഇത്രയും എണ്ണം എന്തിനേയും നമ്മൾ ഒരു മോൾ എന്ന് പറയും. ഒരു പുതിയ കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നൈട്രജന്റെ അറ്റോമിക് മാസ് 14, വ്യക്തമാണല്ലോ. ഇനി ഈ 14നെ നൈട്രജന്റെ 1 ഗാം എന്ന് പറയും. ഇനി ഈ 1 ഗാമിനകത്ത് അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 ഇൻറ്റു 10⁻23. ഈ എണ്ണം എന്തെടുത്താലും, ഈ എണ്ണം കടുകെടുത്താലും കുരുമുളക് എടുത്താലും എന്ത് കുന്ത്രാണ്ടം എടുത്താലും ഇത്രയും എണ്ണം എടുത്താൽ അതിനെ 1 മോൾ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മോളുകൾ 1 ആണ്. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 16 ഗ്രാം ഓക്സിജനിൽ എത്ര മോളുണ്ട്? 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം. 32 ഗ്രാം ഓക്സിജനിൽ എത്ര മോളുണ്ട്? അപ്പം നമുക്കറിയാം 16 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നതാണ് ഓക്സിജന്റെ 1 ഗാം അല്ലേ? 1 ഗാം എന്ന് പറയുന്നത് ഇത്രയും എണ്ണമാണ് അല്ലെ? ഇത്രയും എണ്ണം എന്ന് പറയുന്നത് 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ 32 ഗ്രാം എന്ന് പറയുമ്പോൾ 2 ഗാം ആവും അല്ലെ? 2 ഗാം എന്ന് പറയുമ്പം എണ്ണം 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആവും. അപ്പൊ എത്ര മോളാവും? 2 മോളാവും. മനസ്സിലായോ? 32 ഗ്രാം ഓക്സിജനിൽ എത്ര മോളുണ്ടെന്ന് ചോദിച്ചാൽ 32 ഗ്രാം ഓക്സിജൻ ആറ്റത്തിൽ എത്ര മോളുണ്ടെന്ന് ചോദിച്ചാൽ 32 എന്ന് പറയുന്നത് 2 ഗാം ആണ്. 2 ഗാം എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ് 2 മോൾ. 6.022 ഇൻറ്റു 10⁻23 എണ്ണമാണ് 1 മോൾ. അപ്പൊ അതുപോലെ 2 എണ്ണം വന്നാൽ 2 മോളാവും. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പതുക്കെ. ഇതിന്റെ എക്സ്പ്ലനേഷൻ വന്നിരിക്കുന്നത് 1 മോൾ. കണ്ടോ, 1 ഗ്രാം ഹൈഡ്രജൻ എന്നത് 1 ഗാം ഹൈഡ്രജൻ ആണെന്നും അതിൽ ഇത്രയും ആറ്റങ്ങൾ ഉണ്ടെന്നും നമുക്കറിയാം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ആണ് 1 ഗ്രാം. ഈ 1 ഗ്രാമിനെ ഹൈഡ്രജന്റെ 1 ഗാം എന്നാണ് പറയുക. ഇതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങളുണ്ട്. ഇതിനെ നമ്മൾ 1 മോൾ എന്നാണ് പറയുന്നത്. ഇതുപോലെ 12 ഗ്രാം കാർബൺ എടുത്താൽ അത് 1 ഗാം ആണ്. ഇതിൽ ഇത്രയും ആറ്റങ്ങളുണ്ട്, ഇതിനെ 1 മോൾ എന്ന് പറയും. 14 ഗ്രാം നൈട്രജൻ എടുത്താൽ അത് നൈട്രജന്റെ 1 ഗാം ആണ്. അതിൽ ഇത്രയും ആറ്റങ്ങളുണ്ട്, ഇതിനെ 1 മോൾ എന്ന് പറയും. ഈ കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് പഠിച്ചു വെക്കണം. നിങ്ങൾ പഠിച്ചു വെച്ചില്ലെങ്കിൽ ഇത് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് ഇട്ടത്. മനസ്സിലായോ? എന്നിട്ട് പഠിക്കാതിരിക്കരുത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ജലത്തിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് 18 ഗ്രാം ആണ്. ജലം എന്നെങ്ങനെ എഴുതും? H2O. ഇതിനകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഇൻറ്റു അതിന്റെ അറ്റോമിക് മാസ് എത്ര? 1 പ്ലസ് അടുത്ത എലമെന്റ് പറയുമ്പോൾ പ്ലസ് കൊടുക്കണം. എത്ര ഓക്സിജൻ ഉണ്ട്? 1. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്ര? 16. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 18. അപ്പൊ വാട്ടർ എന്ന് പറയുന്ന വാട്ടർ എന്ന് പറയുന്ന ഒരു മോളിക്കൂളാണ്. അതിന്റെ എല്ലാ ആറ്റങ്ങളുടെയും മാസുകൾ കൂട്ടിയെടുത്തപ്പോൾ നമുക്ക് 18 എന്ന് കിട്ടി. ഈ 18നെ നമ്മൾ വിളിക്കുന്നത് ജലത്തിന്റെ മോളിക്കുലാർ മാസ് എന്നാണ്. ഓക്കെ, ഇത് ഗ്രാം എന്ന് പറഞ്ഞൊരു യൂണിറ്റ് കൂടി അതിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂവിനെ, ഈ നമ്പറിനെ നമ്മൾ വാട്ടറിന്റെ GMM എന്ന് പറയും.
നേരത്തെ ആറ്റങ്ങളുടെ മാസിന് GAM എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സംയുക്തങ്ങളുടെ തന്മാത്രകളുടെ മാസ് അതിനെ നമ്മൾ GMM എന്നാണ് പറയുക. അപ്പോൾ ജലത്തിന്റെ വാട്ടറിന്റെ ഒരു GMM എത്രയെന്ന് ചോദിച്ചാൽ 18 ഗ്രാം ആണെന്ന് ധൈര്യമായിട്ട് പറയണം. അപ്പോൾ വാട്ടറിന്റെ ജലത്തിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ GMM എന്ന് പറയുന്നത് 18 ഗ്രാം ആണ്. ഇതേപോലെ അമോണിയ കണ്ടുപിടിച്ച് നോക്കാം. അമോണിയ NH3 എങ്ങനെ കണ്ടുപിടിക്കും? 1 ഇൻറ്റു നൈട്രജൻ 14 ആണ്, പ്ലസ് 3 ഇൻറ്റു ഹൈഡ്രജൻ 1 ആണ്, കൂട്ടുമ്പോൾ 17 എന്ന് കിട്ടും. കണ്ടോ? ഈ 17 എന്ന് പറയുന്നത് അമോണിയയുടെ GMM ആണ്, മോളിക്കുലാർ മാസ് ആണ് അല്ലേ? ഈ 17 ഗ്രാം എന്ന് പറയുന്നത് അമോണിയയുടെ GMM ആണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് 42 ഗ്രാം ആണ്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു കാർബൺ 12 പ്ലസ് 2 ഓക്സിജൻ 16 32 32 32 12 44 44 ആണ്. 42 എന്നല്ലേ കൊടുത്തിരിക്കണേ? ഇത് തെറ്റാണ്. ബാക്കി 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ 1 2 ശരി. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? മനസ്സിലായോ? ഏതൊരു തന്മാത്രയുടെയും മോളിക്കുലാർ മാസ് നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാം. ഇങ്ങനെ കിട്ടുന്ന ഈ നമ്പർ ആ സംയുക്തത്തിന്റെ GMM ആണ്. അപ്പം വാട്ടറിന്റെ വാല്യൂ 18, വാട്ടറിന്റെ GMM എത്രയെന്ന് ചോദിച്ചാൽ 18, അമോണിയയുടെ 17, അപ്പോൾ അമോണിയയുടെ GMM 17 ആണ്. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ശരി. ഇനി ഈ ഒരു സ്ലൈഡ് കണ്ടോ? ഇത് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നതും അതിന് GMM എന്ന് പറയണം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു സ്ലൈഡാണ്. ഇപ്പൊ ഹൈഡ്രജന്റെ 2 ആറ്റങ്ങൾ, 2 ഹൈഡ്രജനെ പോലെയുള്ള നോൺ മെറ്റലുകളുടെ 2 ആറ്റം എടുത്താലും അതിനെ നമ്മൾ മോളിക്യൂൾ എന്ന് പറയും. അപ്പം ഹൈഡ്രജന്റെ H2 എന്ന് പറയുന്ന ആളിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിൻ്റെത് 1 ആണ്. അപ്പൊ നമുക്ക് 2 എന്ന് കിട്ടും, 2 ഗ്രാം. അപ്പൊ ഹൈഡ്രജൻ തന്മാത്ര നേരത്തെ നമ്മൾ ആറ്റമാണ് പഠിച്ചത്, ഇത് തന്മാത്രയാണ്, 2 എണ്ണം വന്നു. അപ്പൊ 2 ഗ്രാം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ GMM ആണ്. GMM. ഓക്കെ. ഓക്സിജൻ നേരത്തെ 1 ആയിരുന്നു, ഇവിടെ 2 വന്നു. 2 വന്നാൽ തന്മാത്രയുടെ ഗണത്തിലോട്ട് പോകും. അപ്പം ഇവിടെ 2 ഇൻറ്റു 16, അപ്പം 32 ഗ്രാം എന്ന് പറയുന്നത് ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ O2, നേരത്തെ O എന്നാ പഠിച്ചത്, ഇവിടെ O2. അപ്പം O പഠിക്കുമ്പോൾ നമ്മൾ O എന്ന് മാത്രം എഴുതുകയാണെങ്കിൽ GAM എന്ന് പറയും. O2 എന്ന് എഴുതുമ്പോൾ GMM എന്ന് പറയും. വാട്ടർ കണ്ടോ? ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ 1, അടുത്ത ഹൈഡ്രജൻ 1, ഇത് 16, അപ്പം മൊത്തം 18 ഗ്രാം. കണ്ടോ? ഇത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ അമോണിയ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഗ്ലൂക്കോസ് ഒന്നും കണ്ടുപിടിച്ചു. ഗ്ലൂക്കോസ് കഴിഞ്ഞ LD കൊല്ലം ജില്ലയ്ക്ക് ചോദിച്ചു. ഗ്ലൂക്കോസ് C6H12O6. നമുക്ക് C6 ആണ്, 6 കാർബൺ ഉണ്ട്, 12. അപ്പോൾ പ്ലസ് അടുത്തത് 12 ഹൈഡ്രജൻ ഉണ്ട്, 12 ഇൻറ്റു 1. അടുത്തത് ഓക്സിജൻ 6 എണ്ണം ഉണ്ട്, 6 ഇൻറ്റു 16. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 98 കിട്ടും. ഈ 98 എന്ന് പറയുന്നതാണ് 6 12 നോക്കണം, 72, പിന്നെ 12, പിന്നെ 6 16, നമുക്ക് 98 ആണ് എന്ന് തോന്നുന്നു. അല്ലല്ല തെറ്റാണ്. 6 12 72 കിട്ടും. ഓക്കെ, 12, ഓക്കെ, 6 12 72 കിട്ടും. ഇവിടെ ഒരു 12 കിട്ടും. ഇത് 6 16 96 കിട്ടും. ഓക്കെ, അപ്പോൾ 96 അല്ലേ? 6 160 160 80 80 96. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടും. 180 ആണ് ഗ്ലൂക്കോസിൻ്റെ, 180 ആണ്. 180 ആണ് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ GMM എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് 180 ഗ്രാം. ഇതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ചോദിച്ചാലും 2 ഹൈഡ്രജൻ ആകുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് സൾഫറിൻ്റെത് 32 ആണ്, 1 ഇൻറ്റു 32 പ്ലസ് ഓക്സിജൻ്റെത് 16 ആണ്. അപ്പോൾ എത്ര ഓക്സിജൻ ഉണ്ട്? 4. അപ്പോൾ 4 ഇൻറ്റു 16. ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്ത് വരുമ്പോൾ 98 കിട്ടും. ഓക്കെ, ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പം തന്മാത്രകളുടെ കാര്യത്തിൽ നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനും അതിനെ GMM എന്ന് പറയും എന്ന് പഠിക്കാനും പഠിച്ചു. ഇനി അടുത്തത് ഇവിടെ ചോദ്യം നോക്കാം. 36 ഗ്രാം ജലത്തിൽ എത്ര തന്മാത്രകളുണ്ട്? അപ്പോൾ നമുക്ക് ആദ്യം ജലത്തിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ 2 ഇൻറ്റു 1, 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജൻ 1 ആണ്. അങ്ങനെയാണ് നമ്മൾ 2 ഇൻറ്റു 1 എന്ന് എഴുതിയത്. ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളിതാ ഇങ്ങനെ എഴുതിയാലും മതി. അതായത് വാട്ടർ എന്ന് എഴുതുക. ഓക്കെ, ഒരു ഹൈഡ്രജൻ 1, വീണ്ടും ഒരു ഹൈഡ്രജൻ ഉണ്ട്, വീണ്ടും 1, വീണ്ടും ഒരു ഓക്സിജൻ 16, ഇങ്ങനെ ആകുമ്പോൾ 18 കിട്ടും.
ഈ 18 ഗ്രാം എന്ന് പറയുന്നതാണ് വാട്ടറിന്റെ ഒരു GMM. ഓക്കെ, ഒരു GMM-ൽ എത്ര തന്മാത്രകളുണ്ട്? 6.022 × 10⁻23. നമ്മൾ നേരത്തെ ഒരു GAM-ലും ഇതേപോലെയാണ് പറഞ്ഞത്, GMM-ലും ഇതുപോലെ തന്നെ. ഒരു GMM. അപ്പൊ വാട്ടറിന്റെ 18 ഗ്രാം വാട്ടർ എടുത്താൽ അത് എത്ര GMM ആണെന്ന് ചോദിച്ചാൽ ഒരു GMM. അതിൽ എത്ര തന്മാത്രകളുണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയും ഉണ്ട്. ഇതുപോലെ 36 ഗ്രാം എടുത്താലോ? 18 ഗ്രാം എടുക്കുമ്പോൾ ഇത്രയും കിട്ടിയാൽ 36 എടുത്താലോ? 2 × ഇത്രയും എണ്ണം തന്മാത്ര കിട്ടും. 18 ഗ്രാമിൽ ഇത്രയും എണ്ണം തന്മാത്ര ഉണ്ടെങ്കിൽ 36 ഗ്രാമിൽ ഇതേപോലെ ഒരെണ്ണം കൂടെ കാണൂലേ? അപ്പൊ 2 × എന്ന് വരൂലേ? കാര്യം മനസ്സിലായോ? ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ H2 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മോളിക്കുലാർ മാസ് 2 വരും. ഗ്രാമിലുള്ളത് ഇവിടെ ഒരു ഗ്രാം എന്ന് പറഞ്ഞ യൂണിറ്റ് കൂടെ കൊടുത്തു. അപ്പോൾ ഹൈഡ്രജന്റെ GMM 2 ആണ്. ഓക്കെ, അല്ല, ഒരു GMM എന്ന് പറയുന്നത് 2 ഗ്രാം ആണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം അവഗാഡ്രോ നമ്പറാണ്. ഓക്സിജൻ O2, ഒരു ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ആണ്. 2 ഓക്സിജൻ 32 ആണ്. അതിൽ ഗ്രാം ഒന്നും കൂടെ കൊടുത്താൽ അതിനെ നമ്മൾ GMM എന്ന് പറയും. അപ്പം ഓക്സിജന്റെ ഒരു GMM എന്ന് പറഞ്ഞാൽ 32 ഗ്രാം ആണ്. ഒരു GMM ആയതുകൊണ്ട് എണ്ണം എന്ന് പറയുന്ന തന്മാത്രകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ആയിരിക്കും. നൈട്രജന്റെ ഒരു നൈട്രജൻ 14 ആണ്. 2 എണ്ണം വരുമ്പോൾ 28 വരും. 28 എന്ന് പറയുന്നത് നൈട്രജന്റെ ഒരു GMM ആണ്. നൈട്രജൻ മോളിക്കൂളിന്റെ ഒരു GMM ആണ്. ഇത്രയും എണ്ണം തന്മാത്രകൾ വരും. വാട്ടറിന്റെ 18 ഗ്രാം എന്ന് പറയുന്നത് വാട്ടറിന്റെ ഒരു GMM ആണ്. ഇതിൽ ഇത്രയും തന്മാത്രകൾ വരും. അമോണിയയുടെ 17 ഗ്രാം, ഇത് ഒരു GMM ആണ്. ഇതേപോലെ തന്നെ ഈ ചാർട്ട് നന്നായിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പിടികിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ചാപ്റ്റർ പതുക്കെ അങ്ങ് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. STPയിൽ സ്ഥിതി ചെയ്യുന്ന 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ വ്യാപ്തം എന്ത്? STPയിൽ സ്ഥിതി ചെയ്യുന്ന 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് പഠിച്ചു വെച്ചിരിക്കണം 44 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 44 ആണ്. അപ്പം ഇവിടെ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പറിനെ അതിന്റെ GMM കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 44 അപ്പം വെട്ടിപ്പോവും. = 2 എന്ന് കിട്ടും. ഓക്കെ, 2 മോൾ എന്ന് കിട്ടും. 2 മോൾ. അപ്പം 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ ശ്രദ്ധിക്കണം, 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 2 മോളാണ്. 44 എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് ആണ്. ഇതാണ് 1 മോൾ. അപ്പം ഇത് 88 ഗ്രാം എന്ന് പറയുമ്പോൾ 2 മോൾ വരും. 1 മോള് എന്ന് പറഞ്ഞാൽ STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും 1 മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ് എൻ്റെ വ്യാപ്തം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണം. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ, പ്രഷർ 1 atm. ഈ ഒരു കണ്ടീഷനിൽ ഏതൊരു വാതകത്തിന്റെയും 1 മോൾ എന്ന് പറയുന്നത് ഇത്രയും വ്യാപ്തം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 2 മോൾ ആണെങ്കിൽ എന്ത് വരും? 44.8 വരും. 44.8 ആണ് വരേണ്ടത്. ഇവിടെ 8 കൊടുക്കുന്നു. ഇതാണ് ഉത്തരം. ക്ലിയർ ആണ്? ഓക്കെ, വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്, അതാണ്. അപ്പം STPയിൽ സ്ഥിതി ചെയ്യുന്ന 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ വ്യാപ്തം ചോദിച്ചാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. 44 ഗ്രാം എന്ന് കിട്ടും. ഈ 44 ഗ്രാം ആണ് 1 മോൾ. അപ്പൊ 88 ഗ്രാം 2 മോൾ ആയിരിക്കും. 1 മോളിന്റെ വ്യാപ്തം 22.4 ആണ്. അങ്ങനെയാണെങ്കിൽ STP ആയതുകൊണ്ടാണ് ഈ വ്യാപ്തം ഇങ്ങനെ വന്നത്. STP അല്ലെങ്കിൽ വ്യാപ്തം ഇങ്ങനെ വരൂല. ഇനി 2 മോൾ എടുക്കുമ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 44.8 എന്ന് കിട്ടും. അത്രയും ലിറ്റർ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഈ ചോദ്യം ഈ ഭാഗത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ STP എന്താണെന്ന് പറയുന്നുണ്ട്. 273 കെൽവിൻ താപനില, 1 atm മർദ്ദം എന്നിവയെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയി എന്നാണ് പറയപ്പെടുന്നത്. ഈ അവസ്ഥയിൽ ഏതൊരു വാതകത്തിന്റെയും 1 മോളിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാകും. ഇതിനെ STPയിലെ മോളാർ വ്യാപ്തം എന്ന് പറയും. STPയിലെ മോളാർ വ്യാപ്തം എത്ര എന്നൊരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. 22.4 ലിറ്റർ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? STP എന്ന് പറയുന്ന കണ്ടീഷനിൽ 273 കെൽവിനിലും
ഒരു ATM മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാകും. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ദിവസം ഒരു ഉഗ്രൻ ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ ഹൈഡ്രജൻ 22.4 ആണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ നൈട്രജൻ 22.4 ആണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് 22.4 ആണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ അമോണിയ 22.4 ആണ്. നമ്മുടെ ലെക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതേ ചോദ്യം തന്നെ അങ്ങ് ചോദിക്കും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, 22.4 എന്നങ്ങ് എഴുതാൻ അറിയാവോ, അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സയൻസ് ക്ലാസ് പർച്ചേസ് ചെയ്യാം. എൻ്റെ നമ്പർ 99502707 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ GPay ചെയ്യുക. 399 പ്ലസ് ഒരു 10 രൂപയും കൂടെ 409 രൂപയാണ് GPay ചെയ്യേണ്ടത്. എന്നിട്ട് എൻ്റെ ഈ നമ്പറിൽ വിളിച്ച് പറയുക. അപ്പോൾ അതിനു മുമ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വരുന്ന 26-ാം തീയതി അതിഗംഭീരമായി നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങളെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയായി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി പൂർണ്ണമായും സമ്പൂർണമായും ഞാനൊരു ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 വർഷം എടുക്കുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 25-ാമത്തെ വർഷമാകുന്നു. എന്നാലും ഒരു ആപ്ലിക്കേഷൻ തുടങ്ങിയപ്പോൾ കിട്ടിയ കുറേ എക്സ്പീരിയൻസുകളുണ്ട്, കുറേ അപാകതകളുണ്ട്, കുറേ എന്താ പറയുക, ക്ലാസ്സുകളൊക്കെ ഗംഭീരമായി കൊടുത്തെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ എന്തായാലും ഉണ്ടാവും. ആ പോരായ്മകളിൽ നിന്നൊക്കെ പാഠം പഠിച്ചുകൊണ്ട് അതിൽ നിന്നും എന്തെല്ലാം മാറ്റങ്ങൾ ഇനി വരുത്തണമെന്ന് എനിക്ക് നന്നായി പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാത്ത, നിങ്ങൾക്ക് കൃത്യമായി ക്ലാസ്സുകൾ, ഡിഗ്രി ലെവലിൻ്റെ ക്ലാസ്സുകൾ തരാൻ പറ്റുന്ന തരത്തിലോട്ട് നമ്മൾ 26-ാം തീയതി മാറുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ജൂലൈ മാസം മുതൽ CPOയുടെ ഒരു പുതിയ ബാച്ച്, അതേപോലെ തന്നെ ജനറൽ PSCയുടെ ഒരു പുതിയ ബാച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ ഓഫീസിലുള്ള സ്റ്റാഫിനെ ഒന്നും അല്ല വിളിക്കേണ്ടത്, എന്നെ തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് വിളിച്ച് ചോദിക്കാം, ഞാൻ ഉത്തരം പറയും. അതിനുശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.